ഗവർണർക്കെതിരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധവുമായി എസ്എഫ്ഐ പ്രവർത്തകർ. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, വീണ്ടും പ്രതിഷേധവുമായി എസ്എഫ്ഐ പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നു. എത്തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു? വിശദാംശങ്ങൾ. ശ്രുതി, ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് എസ്എഫ്ഐ അറിയിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്ന് തലസ്ഥാനത്ത് എത്തിയ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമാണ് എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വെച്ചാണ് ഗവർണർക്കെതിരെ എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ എസ്എഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രതികരണവും നൽകിയിരുന്നു. എസ്എഫ്ഐ പ്രവർത്തകർ അവരുടെ സംസ്കാരമാണ് കാണിക്കുന്നത്, എത്രയോ പേരെ കൊന്നവരാണ് കോലം കത്തിച്ചതെന്നും ഗവർണർ വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം മുഖ്യമന്ത്രിയാണ് ഈ പ്രതിഷേധത്തിനെല്ലാം അനുമതി നൽകുന്നത്, അവർക്ക് വേണ്ടിയുള്ള സഹകരണമെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഗവർണർ പ്രതികരിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോര് ഗവർണർ കടുപ്പിക്കുന്നത്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഗവർണർ ഓരോ നിമിഷവും പ്രതികരണം നൽകുന്നത്. വലിയ രീതിയിലുള്ള ശക്തമായ പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം ഗവർണർക്കെതിരെ വീണ്ടും ശക്തമായ പ്രതിഷേധമാണ് എസ്എഫ്ഐ സംഘടിപ്പിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഏതായാലും ഗവർണർ സർക്കാർ പോര് വീണ്ടും മുറുകുന്നു എന്നാണ് ഈ ഘട്ടത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രുതി, വ്യക്തമാണ്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്ന നില തന്നെയാണുള്ളത്. വീണ്ടും എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലായിരുന്നു സംഭവം ഉണ്ടായത്. ഇതിനിടയിൽ എസ്എഫ്ഐ പ്രതിഷേധത്തിനെതിരെ ഗവർണർ രൂക്ഷ വിമർശനവും ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ കണ്ണൂരിൽ എത്രയോ പേരെ കൊന്നവരാണ് കോലം കത്തിച്ചതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയുണ്ടായി. പ്രതിഷേധ നാടകത്തിന് മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ടെന്നും ഗവർണർ ആരോപിക്കുകയുണ്ടായി. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ നൽകിയത്.